ഹലോ, എല്ലാവർക്കും സുഖമല്ലേ? ഞങ്ങളൊക്കെ സുഖമായിട്ടിരിക്കുന്നു. എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വ്ളോഗിൽ എൻ്റെ ബ്രദറിൻ്റെ വൈഫ് അൻഷീൻ്റെ ചീരണി ഫംഗ്ഷനാണ്. അപ്പോൾ ഞാൻ എൻ്റെ ചീരണി ഫംഗ്ഷനൊക്കെ കണ്ട ആൾക്കാർക്ക് അറിയാം, സ്ഥിരം വ്ളോഗ് നോക്കുന്ന ആൾക്കാർക്ക് അറിയാം. പ്രഗ്നൻറ്റ് ആയിട്ടുള്ള ആൾക്കാർക്ക് നമ്മൾ കാസർഗോഡ് രീതിയിൽ നടത്തുന്ന ചടങ്ങ്, കാസർഗോഡ് നടത്തുന്ന ചടങ്ങിനെയാണ് നമ്മൾ ചീരണി എന്ന് പറയുന്നത്. കാസർഗോഡ് ബേക്കറി സാധനങ്ങളെയാണ് ചീരണി എന്ന് പറയുന്നത്. ഈ ഫംഗ്ഷൻ്റെ പേരും ചീരണി തന്നെയാണ്. അപ്പോൾ നമ്മൾ മെയിനായിട്ട് കുറേ ബേക്കറി സാധനങ്ങളെല്ലാം ഉള്ള ഒരു ഫംഗ്ഷനാണിത്. അപ്പോൾ അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ ഇതിന് ചീരണി എന്ന് പേര് വന്നത്. അപ്പോൾ എന്തായാലും ഈ ചീരണി ഫംഗ്ഷനിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് ബേക്കറി സാധനങ്ങൾ. അപ്പോൾ ആ ബേക്കറി സാധനങ്ങൾ പെണ്ണിൻ്റെ പുരയിൽ തലേ ദിവസം ചെക്കൻ്റെ പുരക്ക് കൊണ്ടുവരും. അപ്പോൾ ഇപ്പോൾ അൻഷീൻ്റെ പുരയിൽ നമ്മളെ പുരക്ക് ബേക്കറി സാധനങ്ങളെല്ലാം കൊണ്ടുവന്നിട്ടുണ്ട്. ഞങ്ങളതെല്ലാം അൺബോക്സ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊരു കാസർഗോഡ് രീതിയിലുള്ളൊരു സെലിബ്രേഷൻ ആയതുകൊണ്ട് ഇനി അങ്ങോട്ട് വ്ളോഗിൽ ഞാൻ കാസർഗോഡ് ഭാഷയിൽ സംസാരിക്കാം. ഈ ബേക്കറി സാധനമെല്ലാം പണ്ടേ കൊണ്ടുവരുന്ന അതേപോലെ തന്നെ ഇപ്പം കൊണ്ടുവരുന്ന ഒരു ചീരണിക്കൊരു ലിസ്റ്റ് ഉണ്ടാവും. ഇത്ര ബേക്കറി, ഈ തരം ആ തരം, അങ്ങനെ ഓരോന്ന്. ഇപ്പോൾ ചിപ്സ്, അതുപോലെ കാജ, ഞങ്ങൾ പറയുന്ന പേരെല്ലാം പറഞ്ഞിരിക്കും, ലഡു, കാജ, ചിപ്സ്, പിന്നെ മായ്പൊരി, അങ്ങനെ തേഞ്ചക്കളി, ജിലേബിനെ നമ്മൾ തേഞ്ചക്കളി എന്നറിയില്ല. അപ്പോൾ അങ്ങനെ ഒരു ലിസ്റ്റ് ഉണ്ടാവും. ഇപ്പോൾ ഇത്ര ബേക്കറി സാധനങ്ങളിൽ ഒരു ലിസ്റ്റ് ഓഫ് ബേക്കറി സാധനങ്ങൾ, അതെല്ലാം ആ ചീരണീൻ്റെ അന്ന് അല്ലെങ്കിൽ ഒരു ദിവസം മുന്നേ കൊണ്ടുവരും. അധികം ഒരു ദിവസം മുന്നേ കൊണ്ടുവരൽ തന്നെ പറഞ്ഞാൽ നമുക്കെല്ലാം എളുപ്പമാണ്. നമുക്കെല്ലാം അൺബോക്സ് ചെയ്ത് പാക്ക് ചെയ്യാനും എല്ലാം പിറ്റേ ദിവസത്തേക്കുള്ള മാറ്റിയേക്കാനെല്ലാം എളുപ്പമാണ്. ആ ബേക്കറി സാധനത്തിൻ്റെയൊക്കെ ചായപ്പൊടി, പാൽപ്പൊടി, ഹോർലിക്സ് തുടങ്ങിയിട്ട് മാംഗോ പൾപ്പ്, അങ്ങനെ കുറേ സാധനങ്ങൾ വേറെ ഉണ്ടാവും. പിന്നെ ഫ്രൂട്ട്സും ഉണ്ടാവും. അങ്ങനെ ഇപ്പം ഞങ്ങൾ ബേക്കറി എല്ലാം പൊട്ടിച്ച് വെക്കുന്നുണ്ട്. ഇതിലൊക്കെ ഫ്രൂട്ട്സും പൊട്ടിച്ച് വെക്കുന്നുണ്ട്. അപ്പോൾ ഇത് കാസർഗോഡ് രീതിയിലുള്ള ഒരു സെലിബ്രേഷൻ ആയതുകൊണ്ട് ഇനി അങ്ങോട്ട് ഞാൻ കാസർഗോഡ് ഭാഷയിൽ സംസാരിക്കാം. ഈ ഫ്രൂട്ട്സ് തന്നെ ആയിട്ടുണ്ടാവും നാളെ പെരുന്നാൾക്കാർക്കെല്ലാം മുറിച്ചിട്ട് വെക്കൽ. ഇനി ബേക്കറി അങ്ങനെ നാളെ പെരുന്നാൾക്കാർക്കെല്ലാം ചായയൊക്കെ കൊടുക്കണം. പിന്നെ പെരുന്നാൾക്കാർക്കെല്ലാം കൊണ്ടുപോകാനും കൊടുക്കണം. അത് പാക്കാക്കിയിട്ട് നമ്മൾ വെക്കും. അപ്പുറത്തെ പൊരിക്കാർക്കെല്ലാം കൊടുക്കണം, കുടുംബക്കാർക്കെല്ലാം കൊടുക്കണം. മാത്രം ഇപ്പം നമ്മൾ ജസ്റ്റ് വീഡിയോയിൽ കാണിക്കാൻ വേണ്ടിയിട്ട് മാത്രം ഇത് അൺബോക്സ് ചെയ്തത്. ഇനി നമ്മൾ ഇങ്ങനെ പാക്കാക്കിയിട്ട് കെട്ടിയിട്ട് വെക്കുന്നുണ്ട്. രാത്രി പിള്ളേരെല്ലാം ഉറങ്ങിയതിന് ശേഷമാണ് ഞങ്ങൾ ഇത് കെട്ടാക്കി വെക്കുന്നത്, എല്ലാവർക്കും കൊടുക്കാനായിട്ടുള്ള കെട്ടാക്കി വെക്കുന്നത്. ഇപ്പോൾ പൊട്ടിച്ചിട്ടുള്ളത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതായിട്ടുണ്ടാവും. ജിലേബി എനിക്ക് ഭയങ്കര ഇഷ്ടം. എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ബേക്കറി സാധനം ജിലേബി തന്നെ. മധുരം എല്ലാം എനിക്ക് ഭയങ്കര ഇഷ്ടം തന്നെ. എനിക്ക് പണ്ടേ ഭയങ്കര ഇഷ്ടം ഞങ്ങളുടെ നാട്ടിലത്തെ ചീരണി പരിപാടി. പുറമെ നാട്ടിലിപ്പോൾ കാസർഗോഡിനപ്പുറം ഉണ്ട് ആൾക്കാർക്കെല്ലാം ഇത് നോക്കിയെങ്കിൽ മനസ്സിലാവും ഇങ്ങനത്തെ പരിപാടി ആയിരിക്കില്ല, ആടിൽ വ്യത്യാസം ഉണ്ടാവും. ഇങ്ങനത്തെ ഫംഗ്ഷൻ ഉണ്ടാകുന്ന എനിക്ക് സംശയമുണ്ട്. എന്നാലും ഞങ്ങൾ ഈ ഒരു പരിപാടിയിൽ ഭയങ്കര അടിപൊളി തന്നെ. ഞങ്ങളുടെ നാട്ടിലെ ചീരണി തൊട്ടിലെല്ലാം ഒരു വെറൈറ്റി തന്നെ. ഇപ്പോൾ ബേക്കറി സാധനമെല്ലാം ഞാൻ തുറന്നിച്ചിട്ടുണ്ട്. ഇത് എന്തെല്ലാം ഉണ്ടായെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഞാനൊന്ന് മേശയിലെല്ലാം വെക്കുന്നുണ്ട്. എന്തെല്ലാം ബേക്കറി ഉണ്ടെന്ന് ഞാൻ ഓരോന്നായിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഞങ്ങളുടെ നാട്ടിലത്തെ ചീരണി ഫംഗ്ഷനിൽ ഇത്ര സാധനങ്ങളാണ് മെയിനായിട്ട് ഉണ്ടാവൽ. ഇനി ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ പെരുന്നാൾക്കാർക്ക് നാളെ ചായക്കും കൊടുക്കും, പാക്കാക്കിയിട്ടും കൊടുക്കും. അപ്പോൾ എന്തെല്ലാം ഐറ്റംസ് ഉണ്ടായിരുന്നു ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. 2 തരം ലഡു ഉണ്ട്. പിന്നെ ജിലേബിനെ ഞങ്ങൾ തേഞ്ചക്കളി എന്ന് പറയൽ. പിന്നെ ആ കാണുന്ന ചോന്ന കാജാന്ന് ഞങ്ങൾ പറയൽ. പിന്നെ ഇത് കടലാസിലിട്ട് കേക്ക് എന്ന് പറയും, ടീ കേക്കിന് ഞങ്ങൾ. പിന്നെ ആ കാണുന്നതാണ് ഞങ്ങൾ ഖജൂർ എന്ന് പറയൽ. പിന്നെ ഇത് കാജ. പിന്നെ അപ്പുറത്ത് സോനു പാപ്പടിനെ ഞങ്ങൾ പറയൽ പുല്ലുമുട്ടായിന്ന്. പിന്നെ മായ്പൊരി, കപ്പ് കേക്ക്, ചിപ്സ്, ചോന്ന തേഞ്ചക്കളി. അതിൻ്റെ അടുത്തുള്ളത് മധുരക്കട്ടായി, അലുവ. പിന്നെ വെട്ട് കേക്കിന് ഞങ്ങൾ ബായി പോലത്തെ കേക്ക് അറിയൽ. പിന്നെ ബേക്കറി ബിസ്ക്കറ്റ്, അട. പിന്നെ ഇത് ഞങ്ങൾ ചീരണി മുട്ടായി എന്ന് തന്നെ പറയല, വെള്ള കളറിലുള്ളതിന്. പിന്നെ മൈസൂർ പാക്ക്, പിന്നെ പേടാവും ഉണ്ടായിന്. അപ്പോൾ ഇത്ര സാധനങ്ങളാണ് ഉണ്ടായത്. ഇനി ചീരണി ഫംഗ്ഷനിൽ ബേക്കറി സാധനം പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് ഇടിയപ്പം പാലുണ്ടാക്കും നമ്മളെ നാട്ടിലെ ചീരണി ഫംഗ്ഷന്. അപ്പോൾ ഈ ഇടിയപ്പം തലേ ദിവസം ഉണ്ടാക്കി വെക്കുക. ഇടിയപ്പം തലേ ദിവസം പെണ്ണിൻ്റെ പൊരിക്കാറ് വന്നിട്ട് നമ്മൾ എല്ലാവരും കൂടെ ഒന്നിച്ചിട്ട് ഉണ്ടാക്കൽ. അപ്പോൾ ഇതാണ് ഇടിയപ്പം ഉണ്ടാക്കുന്ന ഓറൽ. പണ്ടേ നമ്മളത്തെ ഒരു ഇതാണ് ഇടിയപ്പത്തിൻ്റെ ഓറലിൽ ഇടിയപ്പം ഉണ്ടാക്കണം ചീരണിക്ക് എന്നുള്ളത്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഇടിയപ്പത്തിൻ്റെ ഓറൽ നമ്മൾ അപ്പുറത്തെ പുരയിൽ നിന്ന് കൊണ്ടുവന്നത്. അപ്പോൾ ഈ ഇടിയപ്പം ഉണ്ടാക്കൽ എങ്ങനെയാണെന്നെങ്കിൽ ഇങ്ങനെ കടുമ്പാക്കിയിട്ട് വേവിച്ചിട്ട് വെക്കും. അതിന് ഇടിയപ്പത്തിൻ്റെ ഓറലിലിട്ടിട്ട് തിരിച്ചിട്ട് ഇടിയപ്പം ആക്കൽ. അപ്പോൾ ആദ്യത്തെ ഇടിയപ്പം ഇങ്ങനെ ഗർഭിണിയായിട്ടുള്ള കരിപ്പക്കരുത്തി ഞങ്ങൾക്ക് പറയില്ല, ഗർഭിണീനെ ഞങ്ങൾ കരിപ്പക്കരുത്തി എന്ന് പറയില്ല. അപ്പോൾ കരിപ്പക്കരുത്തി തിരിക്കണം എന്നാണ്. തിരിക്കണമെങ്കിൽ ഫുള്ള് തിരിക്കാൻ അങ്ങനെ കഴിയില്ലല്ലോ, ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ആക്കണം ഫസ്റ്റത്തെ എന്നാണ്. അപ്പോൾ അതുകൊണ്ട് ആദ്യത്തെ ഇടിയപ്പത്തിന് ജസ്റ്റ് ഒന്ന് ഫസ്റ്റ് തിരിക്കൽ ഇങ്ങനെ കരിപ്പക്കരുത്തിയാണ്. അപ്പോൾ ഇങ്ങനെ അൻഷി ജസ്റ്റ് ഒന്ന് തിരിക്കുന്നുണ്ട് ഫസ്റ്റത്തെ ഇടിയപ്പം. അപ്പോൾ ഈ ഓറലിൽ ഉണ്ടാക്കുമ്പോൾ ഇടിയപ്പം ഇങ്ങനെ ഉണ്ടാവില്ല. അപ്പോൾ ഈ ഫസ്റ്റത്തെ ഇടിയപ്പം ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ കുറേ ഇടിയപ്പം ഉണ്ടാക്കാനുണ്ട്. അപ്പോൾ നാളെ വരുന്ന ആൾക്കാർക്ക് കൊടുക്കാനും ഇന്ന് രാത്രി കഴിക്കാനായിട്ട് കുറേ ഇടിയപ്പം ആക്കാനുണ്ട്. അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടി ഒരു പാതിര വരെ ഇരുന്നിട്ടാണ് ഇടിയപ്പം ഉണ്ടാക്കിയത്.
എല്ലാവരും തിരിക്കുമ്പോഴൊക്കെ സെയിനുക്കും ഒരാസം തിരിക്കണമെന്ന്. അപ്പോൾ സെയിനും അങ്ങനെ തിരിക്കുന്നുണ്ട്. കുറച്ച് പണിയുണ്ട് ലാസ്റ്റ് ആകുമ്പോൾ നല്ല കട്ടിയാണ്. പിന്നെ ഈ ഇടിയപ്പം നമ്മൾ ഇടാൻ ഉപയോഗിച്ചിട്ടുള്ള ഇത് കുറേ ആൾക്കാർക്ക് കാണുമ്പോൾ മനസ്സിലായിട്ടുണ്ടാവും, വാഴേൻ്റെ, ഞങ്ങൾ ബായ എന്ന് പറയും, ബായൻ്റെ പാളയാണ്. അതിലാണ് നമ്മൾ ഇടിയപ്പം ഉണ്ടാക്കിയിട്ട് ഇടുന്നുള്ളത്. പിന്നെ ടേബിളിൽ കൊണ്ടുപോയിട്ട് ഇങ്ങനെ തുണി വിരിച്ചിട്ട് അതിലിടും. അങ്ങനെ ഇപ്പോൾ ഇടിയപ്പം എല്ലാം ചുട്ടിട്ട് റെഡി ആയിട്ടുണ്ട്. ഇടിയപ്പത്തിൻ്റെയൊക്കെ പാലാണ് ഞങ്ങൾ ഉണ്ടാക്കൽ. ഈ പാലും കൂട്ടിയിട്ടാണ് ഇടിയപ്പം തിന്നൽ. അങ്ങനെ ഇപ്പോൾ പാലും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ആൾക്കാരും കൗച്ചില്ലാണ്ട് ആദം ഉറങ്ങിയിട്ടൊന്നുമില്ല, നമ്മളൊക്കെ ഇരുന്നിട്ട് ഇങ്ങനെ നോക്കുന്നുണ്ട് എല്ലാം. അൻഷിൻ്റെ പുരേന്ന് അൻഷിൻ്റെ ഏട്ടത്തി, അൻഷിൻ്റെ ഇളയമ്മ, അൻഷിൻ്റെ 2 അനിയന്മാർ, പിന്നെ ഏട്ടത്തിൻ്റെ മോൻ, ഇത്ര ആളാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അൻഷിൻ്റെ ഏട്ടത്തിൻ്റെ മോൻ്റെ പേര് സയാന്, അൻഷിൻ്റെ അനിയന്മാർ കൈസ്, അജു. ഇതന്നെ അജു, ഇത് അൻഷിൻ്റെ ചെറിയ അനിയന്. അപ്പോൾ ആദമിനെ കളിപ്പിക്കുന്നുള്ള ഇതന്നെ കൈസും, ഇത് സയാനും. അങ്ങനെ ഇപ്പോൾ ഇടിയപ്പം ചുട്ടിട്ട് ആവാനായി. ഞങ്ങൾ പൈറ്റേ തുടങ്ങിയത് ചുടാൻ. കുറേ ഇടിയപ്പം ഉണ്ടായിരുന്നല്ലോ, പിന്നെ കുറേ ആൾക്കാരുണ്ടായതുകൊണ്ട് അത്ര പേനായിട്ട് എല്ലാവരും കൂടി ചുട്ട്. കബീർ ഇപ്പോൾ വീഡിയോ കോൾ ആക്കിയിട്ടുണ്ട്. അപ്പോൾ കബീർ വീഡിയോ കോൾ ആക്കിയിട്ടാകുമ്പോൾ ഞങ്ങൾ അപ്പം ഉണ്ടാക്കുന്നതെല്ലാം കാണിച്ച് കൊടുത്തിന്. നല്ല പാങ്ങണ്ടായിന് എല്ലാവരായിട്ട് ഇങ്ങനെ ഇടിയപ്പം ഉണ്ടാകുമ്പോഴത്തേക്ക്. രാത്രി കുറേ വൈകുന്നുണ്ടെന്നെങ്കിൽ നമുക്ക് നല്ല മജയുണ്ട് എല്ലാവരും ഇതിൻ്റെ ഒക്കെ ചെയ്യുമ്പോൾ. ഞങ്ങൾക്ക് ഓർമ്മയുണ്ട് ചെറുപ്പത്തിലെല്ലാം എല്ലാവരുടെ അടുത്ത് അമ്മായിമാരെല്ലാം ചെയ്തിട്ടുണ്ടെല്ലാം എനിക്ക് ഓർമ്മയുണ്ട് ഇങ്ങനെ രാത്രിയിലെത്തിയിട്ട് അപ്പം ചുട്ടതെല്ലാം. ഇപ്പോൾ ഇടിയപ്പം പാലെല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഓരോരുത്തരായിട്ട് അൻഷിക്ക് കൊടുക്കണം. ഒരു ചടങ്ങ് പോലെ ഞങ്ങൾ ഇങ്ങനെ ഓരോരുത്തരായിട്ട് അൻഷിക്ക് കൊടുക്കുന്നുണ്ട്. ആദ്യം ഇപ്പോൾ ഉമ്മ കൊടുക്കുന്നുണ്ട്. ഇപ്പം അൻഷിക്ക് ഇടിയപ്പം കൊടുക്കുന്നുള്ള ഇത് അൻഷിൻ്റെ ഇളയമ്മ. പിന്നെ ഞങ്ങൾ എല്ലാവരും ഫുഡ് കഴിച്ച് ഇടിയപ്പം പാലും. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഫുഡാണ് ഇടിയപ്പം പാല്. ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, ഇടിയപ്പത്തിൻ്റെയൊക്കെ പാല് ഭയങ്കര ഒരു കോമ്പിനേഷൻ. പുട്ടുകാട്ടിലെല്ലാം പറയുന്ന പോലെ, അപ്പം മുട്ടക്കറി എന്നെല്ലാം പറയുന്ന പോലെ ഇടിയപ്പം പാലും അത് ഭയങ്കര ഒരു കോമ്പിനേഷൻ തന്നെ. കാസർഗോഡിന് പുറത്തിറങ്ങി ഈ ബ്ലോഗ് നോക്കുന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ ഫുഡ്, അതായത് ഇടിയപ്പത്തിൻ്റെയൊക്കെ പാലായിട്ട് നിങ്ങൾ കഴിച്ചിനാ, നിങ്ങളുടെ നാട്ടിലുണ്ടാകുന്നുള്ളത് കമൻറ്റ് ചെയ്യണം. കാസർഗോഡ് ഇടിയപ്പം പാലും അതാണ് ചീരണിക്ക് ഉണ്ടാകുന്നൊരു മെയിൻ ഫുഡ്. അപ്പോൾ രാത്രി പിള്ളേരെല്ലാം ഉറങ്ങിയിട്ടായിട്ട് ഞാനും വലിക്കുകയും കൂടിയിട്ട്, എൻ്റെ ഏട്ടത്തി വലിക്കുകയും കൂടിയിട്ട് എല്ലാം പാക്ക് ചെയ്യാൻ തുടങ്ങി. ഇത് പാക്കാക്കിയിട്ട് വെക്കുന്നതെന്ന് പറഞ്ഞാൽ നാളെ വരുന്ന ആൾക്കാർക്ക്, നമ്മളെ ഫാമിലിയിലത്തെ ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിന്, നാളെ വരുന്ന ആൾക്കാർക്കെല്ലാം നമ്മൾ ഇങ്ങനെ ചീരണി കെട്ടെന്ന് പറയും, ഇങ്ങനെ ഒരു കെട്ടാക്കിയിട്ട് കൊടുക്കും എല്ലാ ബേക്കറി ഇട്ടിട്ട്. പിന്നെ അടുത്തുള്ള പൊരക്കാർക്കെല്ലാം കൊടുക്കും. അപ്പോൾ അങ്ങനെ കൊടുക്കാൻ വേണ്ടിയിട്ട് എല്ലാം പാക്കാക്കിയിട്ട് വെക്കുന്നുണ്ട്. അപ്പോൾ ഇത് പാക്കാക്കിയിട്ട് വെക്കുന്ന വലിയൊരു പണി തന്നെ. എല്ലാം ബേക്കറി ഇടണം, ഒന്നും മിസ്സാകാൻ പാടില്ല. കുറേ ഐറ്റംസ് ഉള്ളതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും മിസ്സാവാണ്ട് എല്ലാം ഇട്ടിട്ട് കൊടുക്കുന്ന കുറച്ച് പണി തന്നെ. അപ്പോൾ ഞങ്ങൾ രണ്ടാളും കൂടിയിട്ട് ഇതെല്ലാം പാക്കാക്കി ഏകദേശം 75 അടുത്ത് പാക്ക് ഞങ്ങൾ ആക്കിയിട്ട് വെച്ച് രാത്രി തന്നെ. പിറ്റേ ദിവസം വരുന്ന ആൾക്കാരെല്ലാം ഒരു പോകുമ്പോഴത്തേക്ക് ഓരോരു കെട്ടായിട്ട് കൊടുത്ത്. അപ്പോൾ നമുക്ക് എളുപ്പമായി രാവിലെ കൊടുക്കാൻ. അപ്പോൾ ആൾക്കാർ പോകുമ്പോൾ പാക്ക് ചെയ്യേണ്ട വന്നിട്ട് പാക്ക് ചെയ്ത് വെച്ച് തന്നെ എടുത്തിട്ട് കൊടുത്തെങ്കിൽ മതി. ഞങ്ങൾ ഇതെല്ലാം പാക്ക് ചെയ്യുമ്പോൾ അൻഷിയും വന്നിട്ട് നമ്മളൊക്കെ കൂടുന്നുണ്ട് ഇതെല്ലാം കെട്ടി വെക്കാനെല്ലാം. അപ്പോൾ ഇത് കുറേ ലേറ്റായിനവ രാത്രി ഒന്ന് ഇടിയപ്പെല്ലാം ചുട്ട് കഴിഞ്ഞിട്ടായിട്ടാണ് ഇത് തുടങ്ങിയത് തന്നെ. അപ്പോൾ എല്ലാം കഴിഞ്ഞിട്ട് ഉറങ്ങുമ്പോഴത്തേക്ക് കുറേ വൈദ്യന് ഏകദേശം 75 അടുത്ത് പാക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അത്രയും കൊടുക്കാനുണ്ടായിന് അടുത്തുള്ള പൊരക്കാരും കുടുംബക്കാരെല്ലാം ആയിട്ട്. അങ്ങനെ ഇപ്പോൾ ചിരണി ഫംഗ്ഷനെല്ലാം തുടങ്ങി. മൂത്തമ്മ, അമ്മ, കുഞ്ഞ, അങ്ങനെ തുടങ്ങി എല്ലാവരും നമ്മളെ ബന്ധുക്കളെല്ലാം വന്നിട്ടുണ്ട്. ഇതാണ് എൻ്റെ മൂത്തമ്മ ജമീലത്തുമ്മ. ജമീലത്തുമ്മ നല്ല സ്മാർട്ടാണ്. നമ്മളെ ഫാമിലിയിൽ ഫംഗ്ഷനൊക്കെ വരുമ്പോൾ ഇങ്ങനെ നല്ല ആക്റ്റീവ് ആയിരിക്കും. മാഷാ അല്ലാഹ്. മെസ്സിങ് കസാരയിൽ സെറ്റാക്കി വെച്ചിട്ടുണ്ട് പെരുന്നാൾക്കാർക്കെല്ലാം ചായ കൊടുക്കാനായിട്ട്. ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിന് പെരുന്നാൾക്കാർക്കെല്ലാം ചായയാണ് കൊടുക്കൽ ഈ ബേക്കറിയെല്ലാം കൂട്ടിയിട്ട്. അപ്പോൾ ബേക്കറിയെല്ലാം ഇങ്ങനെ മിക്സ് ആക്കിയിട്ട് പ്ലേറ്റിൽ വെച്ചിട്ടുണ്ട്. 3 ആൾക്കാർക്കെല്ലാം ചായ കൊടുക്കും. അത് കഴിഞ്ഞിട്ട് ചോറ്. ഫസ്റ്റ് കൊടുക്കൽ ചായ, ഈ ബേക്കറി ഐറ്റംസ്, പിന്നെ ഇടിയപ്പവും പാലും അതിൻ്റെയൊക്കെ കൊടുക്കുന്നത്. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ചോറെല്ലാം കൊടുക്കൽ. പെരുന്നാൾക്കാർക്കെല്ലാം ചായ കൊടുക്കുന്നുണ്ട്. ഇന്ന് കുറേ ചായ ആക്കണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞമ്മക്ക് ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് ചായ വെക്കാനായിട്ട് തന്നെ ഒരാളാക്കിയിട്ടുണ്ട്. ചായ ഹോർലിക്സ് 2 ഓർ ഉണ്ടാക്കും. അതിൽ മധുരമില്ലാത്തതും മധുരമുള്ളതും വേണ്ടതുപോലെ ഉണ്ടാക്കി കൊടുക്കും. ബേക്കറി സാധനമെല്ലാം തിരുന്നാക്കി ഇങ്ങനെ പ്ലേറ്റിൽ നിറച്ച് വെക്കുന്നുണ്ട്. ഇപ്പോൾ ആൾക്കാരെല്ലാം വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഒരു ഭാഗത്ത് ചായ കൊടുക്കുന്നുണ്ട്. പിന്നെ ഫുഡിന് സമയമായി. അപ്പോൾ അതുകൊണ്ട് ഒരു സൈഡിൽ ഫുഡും കൂടെ വിളമ്പാൻ തുടങ്ങി പെരുന്നാൾക്കാർക്കെല്ലാം കൊടുക്കാനായിട്ട്. ഫുഡ് ഞങ്ങൾ പുറത്തുനിന്ന് തന്നെ ഓർഡർ ആക്കിയിട്ട് ഉണ്ടാക്കിയിട്ട് തന്നെ കൊണ്ടുവന്നത്. ബിരിയാണി, കോഴിയാച്ചി, പൊറോട്ട, നെയ്പ്പത്തിൽ, ഇറച്ചിക്കറി, പച്ചക്കറി, അങ്ങനെ എല്ലാ ഐറ്റംസും ഉണ്ടായിന് ഫുഡിൽ. പിന്നെ പായസം ഉണ്ടായിന്. അപ്പോൾ ഫുഡ് ഞങ്ങൾ ഓർഡർ ആക്കിയിട്ടുള്ളത് സത്താർച്ചാൻ്റെ അടുത്ത് നിന്നാണ്. സത്താർച്ച ഞങ്ങളെ ഫാമിലി തന്നെയാണ്. നല്ല ഫുഡാണ് അവർക്ക്.
അപ്പോൾ ഈ ഒരു ചീരണി ഫംഗ്ഷനിൽ ഞങ്ങളെ ഫാമിലി മാത്രമല്ല ഉണ്ടാവില്ല, അൻഷീൻ്റെ ഫാമിലി ഉണ്ടാവും. അൻഷീൻ്റെ അടുത്ത് അൻഷീൻ്റെ പൊരിക്കാർ, അൻഷീൻ്റെ കുടുംബക്കാരെല്ലാം വരും. ഓറ് വന്നിട്ട് നമ്മളെ പരിപാടിയെല്ലാം കൂടിയിട്ട് പോകുമ്പോഴത്തേക്ക് അൻഷീനെ കൊണ്ട് പോകല്. അപ്പോൾ ഫുഡ് കഴിക്കാനിരിക്കുമ്പോൾ ആദ്യം അൻഷീൻ്റെ അടുത്ത് വന്ന് അൻഷീൻ്റെ ഫാമിലിയിലത്തെ ആൾക്കാരെല്ലാം ഇരുത്തിയിട്ട് ഓറ് കഴിച്ചിട്ടായിട്ട് നമ്മളെല്ലാവരും ഇരിക്കൽ. അപ്പോൾ അതിൻ്റെ ഇടയിൽ തന്നെ ഞാൻ സൈനു കാദമിന് തിന്നാൻ കൊടുക്കാമെന്ന് വിചാരിച്ച്. ഈ കളിക്കുന്നതിൻ്റെ ഇടയിൽ തിന്നാൻ കായി, പിന്നെ തിന്നേല. ഞങ്ങൾ വലിയ ഫാമിലി, ഉപ്പാൻ്റെ ഒരു 14 മക്കളുണ്ട്, ഉമ്മാൻ്റെ ഒരു 2 ഉള്ളൂ. ഓരെല്ലാവരും ഓളുമാറും മാപ്പിളാറും മക്കളും പുള്ളിക്കളറും ഞങ്ങൾക്ക് എല്ലാവരും കൂടി പരിപാടി ഇത്. ആദ്യമേ ഇപ്പോൾ എല്ലാ ഫുഡും കൊടുക്കാൻ തുടങ്ങിയിട്ടുണ്ട്, ചോറെല്ലാം കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞമ്മ എന്ത് കഴിക്കുന്നത് തന്നെ എനിക്ക് കൊടുക്കുന്നുണ്ട്. സൈനിന് അങ്ങനെ ഞാൻ മുമ്പ് ഉണ്ടായത് എല്ലാം കൊടുക്കുന്നുണ്ടായി. ഇതെൻ്റെ കാക്കാന്ന് പറഞ്ഞാൽ ഉമ്മാൻ്റെ ആങ്ങളവേ. കാക്കാൻ്റെ മോളെ മക്കോ ട്വിൻസ്, എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് സാജിയോളെ മക്കോ. അപ്പോൾ എൻ്റെ കുറേ സ്റ്റാറ്റസിലുള്ള ആൾക്കാർ ഓരോ കണ്ടിട്ട് ഫോട്ടോ മുമ്പേ കണ്ടിട്ടെല്ലാം ഉണ്ടാവും. അപ്പോൾ ഓരോ ഷെസ്മി. ഇത് അതേ കാക്കാൻ്റെ മോൻ്റെ മക്കോ, ഇച്ചാന്ന് വിളിക്കല ഞങ്ങൾ. ഇച്ചാനും നിഷുൻ്റെ മക്ക ഫൈസാനും കെൻസാവും. അങ്ങനെ ഇപ്പോൾ നമ്മളെ പുള്ള അബ്ദുല്ല, ദുൽഖർ, സവാദ്, ഈശാൻ എല്ലാം സപ്ലൈ ആക്കിയിട്ട് ബെൻത്തിട്ട് ചായ കുടിക്കുന്നുണ്ട്. ഞങ്ങൾക്ക് ഈ തിരക്കിൻ്റെ ഇടയിൽ അൻഷീൻ്റെ ഒക്കെ ഒരു ഫോട്ടോ എടുക്കാൻ പോലും കഴിഞ്ഞിട്ട് അൻഷി ഇപ്പോൾ പോകുന്നുള്ളത് ഓളപ്പൊരിക്ക്. ഈ ഫംഗ്ഷനിൽ അങ്ങനെയാണ്, നമ്മളെ ചീരണി കഴിഞ്ഞ് അറിഞ്ഞെങ്കിൽ ചീരണി 7ാം മാസം 9ാം മാസം നടത്തിയിട്ട് പെണ്ണിനെ ഓളപ്പൊരിക്ക് കൊണ്ടുപോകലാണ്. ചെക്കൻ്റെ പൊരലായിട്ടുണ്ടാവും ഈ ചീരണി ഫംഗ്ഷൻ ഉണ്ടായാലും ഓളപ്പൊരിക്ക് കൊണ്ടുപോകലാണ്. അപ്പോൾ ഇപ്പോൾ അൻഷീൻ്റെ പൊരിക്കാറ് അൻഷീനെ കൊണ്ടുപോകുന്നുണ്ട്. അൻഷീനെ സാരിയെല്ലാം ഉടുപ്പിച്ച് പൊന്നെല്ലാം ഉടിച്ചിട്ട് റെഡിയാക്കിയിട്ടുണ്ടാവേ. ഫസ്റ്റ് നമ്മളെടുത്ത് ഒരു ചുരിദാർ ഇട്ടിട്ടുണ്ടായത്, നമ്മൾ മീഞ്ഞ് ഓറ് സാരി കൊണ്ടുവന്നത്. അപ്പോൾ അങ്ങനെ അതിൽ 2ലും ഒരുങ്ങിയിട്ടാണ് ഉണ്ടായത്. അപ്പോൾ എന്തിനും ഫോട്ടോ വീഡിയോ ഒന്നും ഇല്ല, ഉണ്ടത് ഞാൻ ഉൾപ്പെടുത്തതിൽ. ഇത് അൻഷീൻ്റെ ഫാമിലി. ഞാൻ വീഡിയോ എടുക്കുമ്പോൾ എന്നെ തമാസാക്കി ഞങ്ങളെ വ്ളോഗിൽ ഉൾപ്പെടുത്തുന്നില്ല അറിഞ്ഞിട്ട് അങ്ങനെ എടുത്ത വീഡിയോ ഒരു വീഡിയോ നോക്കലുണ്ടെന്നെല്ലാം പറഞ്ഞിന്. അപ്പോൾ ചീരണെല്ലാം കഴിഞ്ഞിട്ട് അൻഷി പോയ പാടന്നെ നമ്മളെ പുരയിൽ ആരെങ്കിലും ഉറവർക്ക് പോകണം, അങ്ങനെ ഉണ്ട് ചടങ്ങ്. അപ്പോൾ ഞാനും എൻ്റെ ഏട്ടത്തിയും പിള്ളേരാണ് പോയത്. ഞങ്ങളിപ്പോൾ അൻഷീൻ്റെ പേർക്ക് വന്നിട്ടുണ്ട്. പിന്നെ അൻഷീൻ്റെ ഒക്കെ ഫോട്ടോസും വീഡിയോസും എല്ലാം എടുത്തിന് വന്നിട്ട്. ചീരണിക്ക് നമ്മൾ കരിപ്പക്കാരത്തിന് ഇങ്ങനെ പാങ്ങലൊരുക്കും. കരിപ്പക്കാരത്തി എന്ന് പറഞ്ഞെങ്കിൽ ഗർഭിണീനെ ഞങ്ങൾ കാസർഗോഡ് പറയുന്നത്. അപ്പോൾ കരിപ്പക്കാരത്തിന് നല്ല പാങ്ങലൊരുക്കും. മല്ലിക ചൂടി മൈലാഞ്ചിയെല്ലാം വെച്ച് സാരിയെല്ലാം ഉടുപ്പിച്ച് പൊന്നെല്ലാം ഇട്ട് പാങ്ങലൊരുക്കും. ഞങ്ങളായിരുന്നു ചുരിദാർ എടുത്തത്, സൽവാർ എടുത്തത്. ഓറായിരുന്നു സാരി കൊണ്ടുവന്നത്. ഓറ് സാരി ഉടുപ്പിച്ചിട്ട് ഇങ്ങോട്ട് കൊണ്ടുവന്നത് അൻഷീനെ. പിന്നെ ഞങ്ങൾ ഇങ്ങനെ ഓരോരുത്തരായിട്ട് അൻഷിക്ക് മധുരം വെച്ച് കൊടുത്ത്. അത് അൻഷീൻ്റെ ഏട്ടത്തി, പിന്നെ ഞാനും വലിക്കും പിള്ളേരും എല്ലാവരും അങ്ങനെ മധുരം വെച്ച് കൊടുത്ത്. ഞാൻ മുമ്പ് പറഞ്ഞല്ലോ, ഈ ചീരണി ഫംഗ്ഷനിൽ മെയിൻ വരുന്നത് ഇങ്ങനത്തെ ബേക്കറി സാധനം തന്നെ, എല്ലാ തരത്തിലുള്ള ഐറ്റംസ് വരുമതിൽ. ഇത് അൻഷീൻ്റെ അനിയന്മാർ ഇപ്പോൾ കൊടുക്കുന്നുള്ളത്. അൻഷിക്ക് 2 അനിയന്മാരും ഒരു ഏട്ടത്തി ഉള്ളത്. ഇത് കൈസു, അത് അജ്ജു. ഏട്ടത്തിന് മുമ്പ് കാണിച്ച്. അൻഷീൻ്റെ പൊരിക്കാറ് ഞങ്ങളെ പുരയിൽ എൻ്റെ അൻഷീനെ സാരിയെല്ലാം ഉടുപ്പിച്ച് ഒരുക്കിയതിന് ശേഷം ഞങ്ങൾക്കും വലിക്കൊക്കെ അൻഷീൻ്റെ ഒക്കെ അതിൻ്റെ ഫോട്ടോ ഒന്നും എടുക്കാൻ കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ തിരക്കലുണ്ടായത്. നമ്മളെ പൊരിക്ക് എല്ലാവരും വരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ അവിടെ തന്നെ ആയിട്ടുണ്ടായി. ഫോട്ടോയും വീഡിയോ ഒന്നും എടുക്കാൻ കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ ഞങ്ങൾ ഫോട്ടോയും വീഡിയോ എല്ലാം എടുക്കുന്നത്. അപ്പോൾ ഞങ്ങൾ ഫോട്ടോ എല്ലാം എടുക്കുമ്പോഴത്തേക്ക് ഡാദമും സൈനും സവാദ് ഇഷാനും അജ്ജു കൈസെല്ലാം ഒരു സൈഡിൽ കളിക്കുന്നുണ്ടായി. അപ്പോൾ ഞങ്ങൾ ചായയെല്ലാം കുടിച്ച് മല്ലേ വന്നത്. അപ്പോൾ ഇത്ര തന്നെ വെച്ച് ചീരണി ഫംഗ്ഷന്. ചീരണിയിൽ കഴിഞ്ഞിട്ടായിട്ട് നമ്മളെ പുരയുന്ന അൻഷീൻ്റെ പേർക്ക് സാധനം കൊണ്ടുവന്നൊരു ചടങ്ങ് കൂടി ഉണ്ട്. ആദ്യം ഇപ്പോൾ ചീരണിക്ക് ഓറ പുരന്ന് നമ്മളെ പുരക്ക് കൊണ്ടുവന്നത്. ഇനി ചീരണി കഴിഞ്ഞിട്ടായിട്ട് നമ്മളെ പുരന്ന് ഓറ പുരക്ക് സാധനം കൊണ്ടുപോകണം. അങ്ങനെ ഇപ്പോൾ ഞങ്ങൾ സാധനം മേങ്ങായിട്ട് പോയിക്കാനും വന്നിട്ടുണ്ട്. ഞങ്ങൾ അറിയുന്ന ആളെ പീടിയെന്ന് തന്നെ വില മേങ്ങിയത്. ഫ്രൂട്ട്സ് മേങ്ങിയത് കബീറിൻ്റെ ചങ്ങായിൻ്റെ പീടി, ഷെഫീക്കിൻ്റെ പീടിയെന്ന്. ബേക്കറിയിൽ മേങ്ങിയത് ഞങ്ങളെ പുരൻ്റെ അടുത്ത് തന്നെയുള്ള ഉമ്മർച്ചാൻ്റെ ബേക്കറിന്ന്, സ്പീഡ് ബേക്കറി എന്ന് പേര്. ബോയ്ക്കാൻ തന്നെ രണ്ടും. ചീരണി കഴിഞ്ഞിട്ടായിട്ടാണ് ഈ സാധനം അങ്ങോട്ടേക്ക് കൊണ്ടുപോകേണ്ടത്. അപ്പോൾ ഞങ്ങൾ ചീരണി വെച്ചത് 7ാം മാസം, ഞങ്ങളിപ്പോൾ കൊണ്ടുപോകുന്നുള്ളത് 9ാം മാസമാണ്. ഇപ്പോൾ ചീരണി 7ാം മാസം വെക്കുന്ന ആൾക്കാർ ചീരണി കഴിഞ്ഞപ്പോൾ തന്നെ കൊണ്ടുപോകലുണ്ട്. ഞങ്ങൾക്ക് പിന്നെ പെരുന്നാവും എന്തെങ്കിലും പരിപാടിയെല്ലാം ആയിട്ട് അതെല്ലാം കഴിഞ്ഞിട്ട് 9ാം മാസം ഞങ്ങൾ ഇപ്പോൾ ഈ സാധനം കൊണ്ടുപോയത്. അതിപ്പോൾ ഞങ്ങൾ സാധനം എല്ലാം പാക്കാക്കിയിട്ട് ഇപ്പോൾ എല്ലാം കാറിൽ വെക്കുന്നുണ്ട്. മെയിനായിട്ട് ഫ്രൂട്ട്സും ബേക്കറി ഇത് രണ്ടാമ കൊണ്ടുപോകേണ്ടത്. കഴിഞ്ഞത്ര സാധനം ബാക്കിൽ വെച്ച് ബാക്കി കുറച്ച് സാധനം മുമ്പിലും വെച്ച് അങ്ങനെ സാധനം എല്ലാം എടുത്തിട്ട് ഞങ്ങൾ അൻഷീൻ്റെ പേർക്ക് പോകുന്നുണ്ട്. പള്ളഞ്ചി അൻഷീൻ്റെ നാട് കുറ്റിക്കോലെല്ലാം പോകുന്ന വഴിക്ക് ഈ വഴിയിൽ പോകാൻ എന്തോ ഒരു പാങ്ങക്ക് എന്തോ ഒരു ഇഷ്ടം. കാടും ഇങ്ങനെ പുഴയും മരങ്ങളെല്ലാം ആയിട്ട് പിന്നെ തിരക്കുമല്ലേ ഈ റോട്ടിലൊന്നും എന്തോ ഒരു പാങ്ങനെ പോകാൻ. ഞങ്ങൾ ഇപ്പോൾ അൻഷീൻ്റെ പേർക്ക് എത്തിയിട്ടുണ്ട്.
ഞങ്ങൾക്ക് ഇനിയൊരു സാധനമെല്ലാം കീച്ചേച്ചി ഇതിൽ മെയിനായിട്ട് ഫ്രൂട്ട്സും ബേക്കറി അല്ല ഉള്ളത്. ഞങ്ങൾ പൊരിക്കാറ് മാത്രം വന്നത്, വേറെ ആരും ഇല്ല. സവാദ് ഇഷാനില്ല, അവർക്ക് സ്കൂളുണ്ടായിന്. അപ്പോൾ സെയിന് മാത്രം വന്നത്. സെയിനൊക്കെ കളിക്കാൻ അൻഷീൻ്റെ അനിയന്മാരുണ്ടാച്ചും കൈസലും ഉണ്ട് ഇവിടെ. അൻഷീൻ്റെ പൊരിൻ്റെ ഈ ഭാഗത്ത് റബ്ബർ തോട്ടമെല്ലായിട്ട് നല്ല പാങ്ങുണ്ട് കാണാൻ. അൻഷീൻ്റെ പൊരിക്കാറ് ഫുഡെല്ലാം ആക്കിയതിന് നമുക്ക് വേണ്ടിയിട്ട് ബിരിയാണി, കോഴിയാച്ചി, ഇറച്ചിക്കറി, പൊറോട്ട, പിന്നെ നാടൻ ഫുഡ്, ചോറ്, പിന്നെ കറികളെല്ലാം ആക്കിയതിന്, പായസം എല്ലാം ആക്കിയതിന്. ഞങ്ങൾ ഇപ്പോൾ ചോറെല്ലാം വയ്ക്കുന്നുണ്ട്. ഞങ്ങൾ ചോറെല്ലാം വേവിച്ചിട്ട് ചായ എല്ലാം കുടിച്ചിട്ടായിട്ട് പോയത്. ഞങ്ങൾ എന്തെങ്കിലും സാധനം കൊണ്ടുപോയത് കാണിച്ചു തരാം. ഇത് വയ്യോറ് സാധനങ്ങൾ തുറന്നിട്ടാകുമ്പോഴത്തേക്ക് അൻഷെടുത്ത വീഡിയോ ഞങ്ങൾക്ക് അയച്ചു തന്നത്, വീഡിയോയിൽ ആഡ് ആക്കാൻ വേണ്ടിയിട്ട്. ഇതിന് നമ്മുടെ നാട്ടിൽ പണ്ട് മുതലേ ഉള്ള ചടങ്ങിട്ട ഇങ്ങനെ സാധനം കൊണ്ടുപോകലെല്ലാം. അപ്പം നമ്മൾ ഫസ്റ്റ് ഒരു പെണ്ണിൻ്റെ പറയുന്നത് നമ്മളെ പോർക്ക് ചീരണീൻ്റെ അന്ന് കൊണ്ടുവന്നത്. അപ്പോൾ ചീരണീൻ്റെ ഫംഗ്ഷന് വേണ്ടിയിട്ട് ഓർ കൊണ്ടുവരുന്നത്. അപ്പോൾ അതിലേക്ക് സാധനം ഏറെ ഉണ്ടാവും. ചീരണി ഫംഗ്ഷനും കൂടിയിട്ടുള്ള സാധനമെല്ലാം കൊണ്ടുവരുന്നത്. നമ്മൾ അങ്ങോട്ടേക്ക് കൊണ്ടുപോകുമ്പോൾ ഓരോ ഫാമിലിയിൽ കുടുംബക്കാർക്കെല്ലാം കൊടുക്കാനുള്ള സാധനമാണ്. അപ്പോൾ ചീരണിക്ക് ഓർ കൊടുക്കുന്ന അത്ര നമ്മൾ അങ്ങോട്ടേക്ക് കൊണ്ടുപോകല. അങ്ങനെയാണ്. എൻ്റെ പ്രഗ്നൻസി ടൈമിൽ ഞാൻ നാട്ടിലുണ്ടായിട്ടാണെങ്കിൽ ഞങ്ങൾ ചീരണി, തൊട്ടിലിട്ടുന്ന അങ്ങനെ എല്ലാ പരിപാടിയും വെച്ചിന്. അതിൻ്റെ വീഡിയോസെല്ലാം ഞാൻ അപ്ലോഡ് ആക്കിയത്. അത് കാണാത്ത ആളുണ്ടെങ്കിൽ പോയിട്ട് കണ്ടിട്ട് വരാം. ഞങ്ങൾ കാസർഗോഡത്തെ പണ്ടത്തെ പരിപാടിയാണ് ഈ ചീരണി, തൊട്ടിലിട്ടുന്ന ഇങ്ങനത്തെ എല്ലാം. കരിപ്പക്കാരത്തിയായിട്ടുള്ള ഒരാൾക്ക് ശരിക്കും ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമായത്. എന്താ പറഞ്ഞെങ്കിൽ ഓറ് പാങ്ങല ഒരുങ്ങുന്നത്, മൈലാഞ്ചി വെക്കുന്നത്, മല്ലിക ചൂടുന്നത്, സാരി ഉടുക്കുന്നത്, പൊന്നിലിട്ടിട്ട് ഒരുങ്ങുന്നത്, അതിലൊരു പാങ്ങ് വേറെ തന്നെ. പിന്നെ നമ്മൾ എല്ലാവരും വരും, കുടുംബക്കാരെല്ലാവരും വരുന്നത്, എല്ലാവരും ഒത്തുകൂടുന്നത്, അതൊരു സന്തോഷം വേറെ തന്നെ. കാസർഗോഡിന് പുറത്തുള്ള ആരെങ്കിലും ഈ വീഡിയോ കാണുന്നെങ്കിൽ നിങ്ങളുടെ നാട്ടിൽ ഇങ്ങനത്തെ ചടങ്ങെല്ലാം ഉണ്ടാകുന്നുള്ളത് കമൻറ്റ് ചെയ്യണം. അപ്പോൾ ഇങ്ങനെയാണ് കാസർഗോഡ് ഒരു ചീരണി പരിപാടി ഉണ്ടാവല്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നത്. ഇഷ്ടപ്പെട്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പുതിയൊരു വീഡിയോ ആയിട്ട് അതിലെ വരാം. താങ്ക് യു ഫോർ വാച്ചിങ്.